ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ചെറുപ്പം മുതൽ പറഞ്ഞും കേട്ടും പഠിച്ചത് തവളയെയും എലിയെയും ആഹാരമാക്കുന്ന ജീവികളാണ് പാമ്പുകൾ എന്നല്ലേ. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ബുദ്ധി ഉറച്ചപ്പോൾ മാനുകളെയും മറ്റു വലിയ മൃഗങ്ങളെയും ആഹാരമാക്കുന്ന ആനക്കൊണ്ടയെ കുറിച്ചും പെരുമ്പാമ്പുകളെ കുറിച്ചും അറിഞ്ഞു. എങ്കിലും ഇതിൽ നിന്നെല്ലാം നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊരു വിഭാഗമാണ്. അതെ, പാമ്പുകളെ വിഴുങ്ങുന്ന പാമ്പുകൾ. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അറിവിന്റെ മിസ്റ്ററി വേൾഡിലേക്ക് സ്വാഗതം. മെജോറിറ്റി ഓഫ് സ്നേക്സും എലികളെയും മറ്റു സ്പീഷീസിനെയും ആഹാരമാക്കുന്നവയാണെങ്കിലും പാമ്പുകളുടെ കൂട്ടത്തിൽ മറ്റു പാമ്പുകളെ ഭക്ഷണമാക്കുന്നതിൽ വിനോദം കണ്ടെത്തുന്ന പാമ്പുകളും ഉണ്ട്. അതിന് വലിയൊരു ഉദാഹരണമാണ് കിങ് കോബ്രകളെ പോലുള്ള പാമ്പുകൾ. പാമ്പുകളുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തിക്ക് പിന്നിലെ രഹസ്യവും രസകരവുമായ ചില കാരണങ്ങൾ നോക്കാം. അതിനു മുന്നേ ഈ പപ്പിയെ കാണാൻ ക്യൂട്ട് ആണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിന് പറ്റിയൊരു പേര് കമന്റ് ചെയ്യൂ. ജനറലി ഒഫിയോഫാജി എന്നാണ് മറ്റു പാമ്പുകളെ ആഹാരമാക്കുന്ന പാമ്പ് വിഭാഗത്തെ വിളിക്കുന്ന പേര്. കിങ് സ്നേക്ക് അതുപോലെ ഗാർട്ടർ സ്നേക്ക് എല്ലാം അവരുടെ പ്രധാന ഫുഡ് സോഴ്സ് ആയി മറ്റു പാമ്പുകളെയാണ് കണക്കാക്കുന്നത്. അതിന് കാരണം പെട്ടെന്ന് ലഭ്യമാകുന്നതും ഹൈ ന്യൂട്രീഷ്യസുമായ ഇരയാണ് പാമ്പുകൾ എന്നതുകൊണ്ടാണ്. വലിയ പാമ്പുകൾ താരതമ്യേന അവയേക്കാൾ ചെറിയ പാമ്പുകളെ ഇരയാക്കുന്നത് ഭാവിയിലെ അവരുടെ എതിരാളികളെ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമാണ്. മറ്റു പാമ്പുകളെ ആഹാരമാക്കുമ്പോൾ ആ പാമ്പിന് ആ ലാൻഡിൽ അവരുടെ ഡോമിനൻസ് ഷോ ചെയ്യാൻ സാധിക്കും. ഇത് ഇരപിടിയൻ പാമ്പിന് ടെറിട്ടറിയുടെയും റിസോഴ്സിന്റെയും മുകളിൽ ആധിപത്യം കൂട്ടാൻ സഹായിക്കും. പാമ്പുകളെ ഇരയാക്കുന്നതിലൂടെ പ്രഡേറ്റർ സ്നേക്കിന് തന്റെ പൊട്ടൻഷ്യൽ കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാതാകും. ഇത് ആഹാരത്തിലും ഇണചേരലിനും ഇവൻ ഹാബിറ്റേറ്റ്സിൽ പോലും തങ്ങളുടെ തന്നെ സർവൈവൽ ഉറപ്പുവരുത്തുന്നു. ഈ സ്വഭാവങ്ങളെല്ലാം മോസ്റ്റ്ലി വലിയ പാമ്പുകളിലാവും കാണാൻ കഴിയുക. വലിയ പാമ്പുകൾ തങ്ങളുടെ ഫിസിക്കൽ അബിലിറ്റി യൂസ് ചെയ്ത് മറ്റു പാമ്പുകളുടെ മേൽ ആധിപത്യം ചെലുത്തുകയും മറ്റു പാമ്പുകളിൽ ഭയം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് ചുരുക്കാം. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട.